ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമാണോ? ഓക്കെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ മഹാദേവ ക്ഷേത്രം, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പാറശാല മഹാദേവ, ഞങ്ങളുടെ നാട് പാറശാലയാണ്. അപ്പോൾ പാറശാല മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന കുറച്ച് പ്രോഗ്രാംസാണ്. അപ്പോൾ എൻ്റെ മോളുടെ ഫ്രണ്ട്സിൻ്റെയും കുറേ പ്രോഗ്രാമാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു വിഷ്വലാണ് കേട്ടോ നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വന്നിട്ട് ഉച്ചയൊക്കെ ആയപ്പോൾ നിങ്ങൾ വന്നിട്ട് എല്ലാവരും അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞാറ്റക്കുട്ടി ഇതാ റെഡിയാകാൻ വേണ്ടി ആദ്യം മേക്കപ്പൊക്കെ ഫേസ് മേക്കപ്പൊക്കെ കുറേ കഴിഞ്ഞു, ഇനിയുണ്ട്, മൊത്തം കംപ്ലീറ്റ് പൂർണ്ണമായില്ല. അപ്പോൾ ഇതാ മേക്കപ്പ് മാൻ്റെ കുഞ്ഞാറ്റയ്ക്ക് മേക്കപ്പൊക്കെ ചെയ്യുകയാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാ സ്റ്റുഡൻസും. അടിപൊളിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. പ്രോഗ്രാമൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റക്കുട്ടി ഇതാ കണ്ണൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഫ്രണ്ട്സൊക്കെ അടുത്തുനിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം നന്നായിട്ടുണ്ട് കേട്ടോ, മേക്കപ്പൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും അടിപൊളിയായിട്ട് മേക്കപ്പൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ വരും, നിങ്ങൾക്ക് കാണാം. പിന്നെ ഡാൻസൊക്കെ വളരെ ഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ അവരുടെ ഡ്രസ്സും കോസ്റ്റ്യൂംസും ഡാൻസിൻ്റെ കോസ്റ്റ്യൂംസൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂംസൊക്കെയാണ് കേട്ടോ അറേഞ്ച് ചെയ്തിരുന്നത്. അടിപൊളിയായിരുന്നു ഡാൻസ്. അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റക്കുട്ടിയുടെ മേക്കപ്പൊക്കെ ഇത് ഹൈലൈറ്ററൊക്കെ ഇട്ട് തൂത്തിട്ട് അപ്പോൾ കുഞ്ഞാറ്റക്കുട്ടി ഇപ്പം മാറും. അതിനുശേഷം വേറെ ഒരുപാട് ഫ്രണ്ട്സും അവളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവർക്കാണ് മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മേക്കപ്പ് ചെയ്തിട്ട് സാർ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടും മാറ്റി മാറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് കാണാം. ഞാൻ അഹങ്കാരി ഒറ്റയാണ് കേരളത്തിൽ കലാകാരന്മാർ പാവം ഉപദ്രവിക്കും. അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റക്കുട്ടിയുടെ ഫൈനൽ ലുക്ക് അതാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവർക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇനി ലിപ്സ്റ്റിക്ക് മാത്രമേ ഇടാനുള്ളൂ. അപ്പോൾ ഇപ്പോൾ സാറിൻ്റെ കയ്യിൽ നിന്ന് ചിലങ്ക വാങ്ങുന്ന ഒരു ചടങ്ങാണ് കേട്ടോ നടക്കുന്നത്. ചിലങ്കയൊക്കെ വാങ്ങിച്ചതിന് ശേഷം ദക്ഷിണ കൊടുത്ത് ചിലങ്ക വാങ്ങണം, അതാണ് കേട്ടോ ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ദക്ഷിണ കൊടുക്കുന്ന നമ്മുടെ കുഞ്ഞാറ്റക്കുട്ടിയാണ്. മേക്കപ്പിൽ കാണുന്നുണ്ടോ, ഇത് നമ്മുടെ കുഞ്ഞാറ്റക്കുട്ടിയാണ് കേട്ടോ. അപ്പം കുഞ്ഞാറ്റക്കുട്ടി ഇതാ ദക്ഷിണയൊക്കെ കൊടുത്തു, സാറിന് ചിലങ്കയൊക്കെ മേടിച്ചു. അതിനുശേഷം ഇനി ചിലങ്ക് കെട്ടണ ഒരു ചടങ്ങും ഉണ്ട് കേട്ടോ. അപ്പോൾ സാറാണ് ചിലങ്ക് കെട്ടുന്നതും. ഇപ്പോഴാണ് കേട്ടോ കുഞ്ഞാറ്റക്കുട്ടി ചിലങ്ക് കൊടുക്കുന്നത്. അതായത് ചിലങ്ക് കൊടുത്ത് സാറേനെ കാലിൽ ചിലങ്ക് കെട്ടും. അതുപോലെ നമ്മളൊരു ചെറിയൊരു ചടങ്ങ് പോലെയാണ് കേട്ടോ. ചിലങ്ക് നമ്മുടെ കാലിൽ സാറേനെ അണിയിച്ചു തരും. അപ്പോൾ അതിനുശേഷം നമുക്കിനി ഈ പ്രോഗ്രാമിലേക്ക് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞാറ്റക്കുട്ടിയുടെ ഗ്രൂപ്പ്. അപ്പോൾ ഇവരെല്ലാവരും നമ്മുടെ കുഞ്ഞാറ്റയുടെ കൂടെയുള്ള ഡാൻസേഴ്സാണ്. അപ്പോൾ ഇവരുടെ ഫോട്ടോസൊക്കെ ഇനി ഇവരുടെ ഫോട്ടോസൊക്കെ എടുക്കണം. അപ്പം അത് പിള്ളേരെല്ലാം നല്ലതായിട്ട് വിശന്നിട്ടിരിക്കാനുണ്ട്. അവർ കുറച്ച് ബിസ്ക്കറ്റ്സും കാര്യങ്ങളൊക്കെ കഴിക്കണം.
അപ്പോൾ അവർക്ക് ബിസ്ക്കറ്റ്സൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് ഫോട്ടോഷൂട്ട്സൊക്കെ ഉണ്ട് കുട്ടികൾക്ക്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈവനിങ് ക്ഷേത്രത്തിലെത്തിയതിന് ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്സും, അതായത് അവരുടെ കോസ്റ്റ്യൂംസും. ഇതാണ് നമ്മുടെ കുഞ്ഞാറ്റക്കുട്ടിയുടെ ടീം. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഡാൻസ് ഗ്രൂപ്പ് അതായത് കുഞ്ഞാറ്റയുടെ ഗ്രൂപ്പ് മാത്രമല്ല, ഒരുപാട് ഗ്രൂപ്പുണ്ട്. ഡാൻസ് വലിയ കുട്ടികൾ മുതൽ കുഞ്ഞു കുട്ടികൾ വരെയുള്ള ഡാൻസ് ഗ്രൂപ്പാണ് കേട്ടോ. അപ്പം അവരുടെ ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. അവരുടെ ഫോട്ടോസൊക്കെയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അവളല്ലേ, ഇവളാണ് നിന്റെ പേരെപ്പോഴും മാറിപ്പോണ അവന്. അപ്പോൾ ഓരോരോ പേരായിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഓരോരോ പേരിൻ്റെ ഫോട്ടോസാണ് കേട്ടോ നിങ്ങളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങളിത് ഈ കാണുന്നത് അവരുടെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് കുറേ റീൽസൊക്കെ എടുത്തതാണ് കേട്ടോ. ഒരുപാട് റീൽസ് എടുത്തു. ഇപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രത്തിലെ ചുറ്റുവിളക്ക് കത്തിക്കുന്ന നേരമായിരുന്നുകൊണ്ട് നമ്മുടെ പിള്ളേരൊക്കെ ചുറ്റുവിളക്ക് കത്തിക്കുകയാണ്. ഇതാ നമ്മുടെ പൂമ്പാറ്റക്കുട്ടി തെറ്റി നോക്കുന്നുണ്ട്. നമ്മുടെ പൂമ്പാറ്റക്കുട്ടിയാണ് കേട്ടോ. പൂമ്പാറ്റക്കുട്ടിയുടെ കയ്യിൽ വിളക്ക് കത്തിക്കാൻ കൊടുത്തിട്ടില്ല. അപ്പം മോൾക്ക് തീരെ അറിയത്തില്ല, അതുകൊണ്ട് മോൾക്ക് വിളക്ക് കത്തിക്കാൻ കൊടുത്തില്ല കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിവിടെ നടക്കുന്നത് ഭജനയാണ് കേട്ടോ. ഭജന കഴിഞ്ഞ് 2-3 പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുഞ്ഞാറ്റക്കുട്ടിയുടെ പ്രോഗ്രാം വരുന്നത്.
കേട്ടോ നമ്മുടെ കുഞ്ഞാറ്റക്കുട്ടിയുടെ പ്രോഗ്രാം. ഡാൻസ് തുടങ്ങി കഴിഞ്ഞു. ഓക്കെ, നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.